ഹേ ഗായ്സ്, വെൽക്കം ടു അനദർ വീക്കെൻഡ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉമ്മുൽ കുവൈനിലുള്ള ഒരു വാട്ടർ തീം പാർക്ക് വിസിറ്റ് ചെയ്യാൻ പോകട്ടെ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ദുബായിൽ വന്നതിന് ശേഷം ഒരു വാട്ടർ തീം പാർക്ക് പോകുന്നത്. നമ്മൾ മാത്രമല്ല, നമ്മളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാൻ. സോ ഫൈനലി നമ്മളിവിടെ എന്താ പേര് അക്വ പാർക്ക് സോ ഫൈനലി നമ്മളിവിടെ അക്വ പാർക്കിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മളെ ഫ്രണ്ട്സിനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കാം. പോസ്റ്റ് ആണ്. കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ട് നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാണിച്ചുതരാം. സെലിബ്രിറ്റി. താങ്ക് യു. ദെൻ നമ്മളിതാ ഉള്ളിലേക്ക് കയറി. പിന്നെ ഡ്രസ് ചേഞ്ച് ഒക്കെ ചെയ്തിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഡ്രസ്സസ് നൈലോൺ ഡ്രസ്സസ്, ബുർക്കിനി, സ്വിമ്മിങ് സ്യൂട്ട്സ് അങ്ങനത്തെ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ചെറിയൊരു സൂ സെറ്റപ്പ് ഇവർ ചെയ്തിട്ടുണ്ട്, കുട്ടികൾക്കായിട്ട് ചെറിയൊരു അട്രാക്ഷൻ പോലെ. അതിനുശേഷം ഇതാ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് ഉള്ള മെയിൻ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാത്തിലും നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. എല്ലാതും അടിപൊളിയാണ്. പിന്നെ ചിൽഡ്രൻസിനായിട്ട് സെപ്പറേറ്റ് പൂൾസും എല്ലാം ഉണ്ട്. ആൻഡ് ഇതാണ് ചിൽഡ്രൻസ് പൂള് വരുന്നത് കേട്ടോ. ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് കുട്ടികൾക്കായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വിചാരിച്ചു ഇവർക്ക് ഭയങ്കര പേടിയാവുമെന്ന്. ഫസ്റ്റിലൊന്ന് കരഞ്ഞെങ്കിലും പിന്നെ ഫുൾ ടൈം ഇവർ പൂളിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു എല്ലാവരും. പിന്നെ ഇവിടെ ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയ ഒരു സംഭവം ഇതാട്ടോ. നമുക്ക് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ പറ്റുന്ന ഡെഡ്സി ഇവിടെ വരെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹയർ ഡെൻസിറ്റി ആട്ടോ ഈ ഒരു വാട്ടറിനുള്ളത്. ഓഷ്യൻ വാട്ടറിനേക്കാളും 9 times ഹയർ ആയിട്ടാണ് ഇതിലെ സോൾട്ട് കണ്ടന്റ് എന്നാണ് പറയുന്നത്.
ആക്ച്വലി ഈ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ന്യൂ ഇയർ ഹോളിഡേയ്സിലാണ് കേട്ടോ. ബട്ട് സം റീസൺസ് ഇത് അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ ന്യൂ ഇയർ നൈറ്റ് നമ്മൾ അബുദാബിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി എല്ലാവരും അബുദാബിയിലായിട്ടുള്ളത്. അപ്പോൾ അവിടെ അവർ ഫിഷ് ഗ്രില്ലിങ് പാർട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ന്യൂ ഇയർ നൈറ്റിൽ ന്യൂ ഇയർ ടൈമിൽ അവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്പോട്ടിൽ പോയിട്ട് നമുക്ക് ഫയർ വർക്കൊക്കെ കാണാം. അതായിരുന്നു പ്ലാന്. അപ്പോൾ അതാ നമ്മൾ ഫിഷൊക്കെ മാരിനേഷൻ ചെയ്യാണ്. 2 ടൈപ്സ് മസാല കേട്ടോ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഗ്രീൻ കളർ മസാലയും പിന്നെ ഒരു റെഡ് കളർ മസാലയും. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ട് തന്നെ ഒടുക്കത്തെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഫിഷിന്. പിന്നെ ഇത് സീബ്രീം ഫിഷാണ്. പിന്നെ ചിക്കനും സെപ്പറേറ്റ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നുണ്ട്. ഒരു മിനിറ്റ്. അപ്പോൾ ഇത് നമ്മൾ ഹസ്ബൻഡ് ആൻഡ് ടീംസ് ആട്ടോ എല്ലാവരും കൂടിയിട്ട് ഈ ഗ്രില്ലിങ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. കാരണം ഈ ഫിഷ് ഡയറക്റ്റായിട്ട് വെച്ച് ഗ്രില്ല് ചെയ്യണോ അതോ ഇങ്ങനെ ഫോയിലിൽ പൊതിഞ്ഞിട്ട് ചെയ്യണോ എന്നുള്ള കൺഫ്യൂഷനായിരുന്നു കേട്ടോ. പിന്നെ അത് ഫോയിൽ വെച്ചിട്ട് ചെയ്തു. അപ്പോൾ അത് സൂപ്പറായിട്ട് വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഗ്രില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫോയിൽ കവർ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് പോയിട്ട് ഒന്നുകൂടി പൊതിയാം. ഇങ്ങനെ തന്നെ വെച്ചോ. സോ നമ്മുടെ ഗ്രില്ലൊക്കെ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവർ നല്ല സൂപ്പറായിട്ട് ഗ്രില്ല് ചെയ്തെടുത്തിട്ട് ആ ടൈമിങ്ങും കറക്റ്റ് ആ വേവൊക്കെ കറക്റ്റായിരുന്നു. ആൻഡ് ഈ ഗ്രില്ല് ചെയ്യുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഇവർ താമസിക്കുന്ന വില്ലയുടെ പുറത്തുള്ളൊരു പ്ലേസാണ്. അപ്പോൾ വില്ലയിലുള്ളവർക്ക് അറിയാം, അവർക്ക് ഒരുപാട് മുറ്റമൊക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഗ്രില്ല് ചെയ്തത്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് നമ്മുടെ ഫയർ വർക്ക് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. देखूं मैं तुझे या देखूं कुदरत के नजारे, मुश्किलों में है ये दिल मेरा. 4, 3, 2, 1 हैप्पी न्यू ईयर. मेरे दिल का सोना बिखरा, ये तेरी चांद बालियां है होठों पे ये गालियां, ये तेरी चांद बालियां है होठों पे ये गालियां, सोचने का मौका ना दिया, मैं तो तेरे पीछे बेलिया.